വരവരപ്പ് ചാണ്ടിയില വന്നില വാരണാസിക്കാട്ട് താണ്ടി നീല വന്നില വരവരപ്പ് ചാണ്ടിയില വന്നില വാരണാസിക്കാട്ട് താണ്ടി. എന്താണ് ഷീറോ, നിനക്ക് മഴ ഉണ്ടാവുന്ന എങ്ങനെയാണെന്നറിയാവോടാ? മഴയോ? അതെന്നാ സാധനം? ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ കുത്തി ഒലിച്ച് വെള്ളം പോലെ ചാടില്ലേ, അതിനാ മഴ എന്ന് പറയുന്നത്. നീ കണ്ടിട്ടില്ലേ? ആ, അത് മഴയാണോ? ഞാൻ ഓർത്തോണ്ടിരുന്നേ അത് മുകളിലെ വീട്ടിലെ പൈപ്പ് പൊട്ടി വെള്ളം വന്നാന്ന് ഓർത്തോണ്ടിരുന്നേ. ഞാനും ഓപ്പൺ ചെയ്തു, അവരുടെ പൈപ്പ് ഇത്രയ്ക്ക് ചീത്തയാണോ, ഇങ്ങനെ എപ്പോഴും എപ്പോഴും പൊട്ടണതിൻ്റെ കാര്യമല്ലാന്ന്. മുകളിൽ വീടോ? മുകളിൽ ആരുടെ വീട്? അങ്ങനെയൊക്കെ വീടുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അങ്ങനെ വീടുണ്ടെന്ന് എന്നോട് മാത്തുക്കൂട്ടനാ പറഞ്ഞേ. അവിടെ വീടുണ്ടെന്നും ആ വീട്ടിൽ ആൾക്കാരുണ്ടെന്നും അവിടുത്തെ പൈപ്പ് പൊട്ടുമ്പോഴാണ് എങ്ങനെ വെള്ളം ചാടണേന്നൊക്കെ. എടാ, അവൻ വല്ല ക്യാറ്റ്നിപ്പ് മേടിച്ച് കറങ്ങിയിരുന്നിട്ട് ഓരോന്ന് പറയണൊക്കെ നീ വിശ്വസിക്കാൻ നിൽക്കുവാണോ? നീ അല്ലാതെ ആരെയല്ലോ അവൻ പറയണൊക്കെ വിശ്വസിക്കുവോ? എന്നാ പിന്നെ നീ പറ, എങ്ങനെയാ മഴ ഉണ്ടാകുന്നത്? ഞാൻ കേൾക്കട്ടെ. ഈ മേഘങ്ങളൊക്കെ ഉണ്ടാവും. ഈ മേഘങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മൾ ചില സമയത്ത് മേഘത്തിന് പല കളറ് കാണാറില്ലേ? വെള്ളയും നീലയും കറുപ്പും ചുവപ്പൊക്കെ, അങ്ങനെ കളറൊക്കെ വരുന്നത് ആ ദൈവമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷേപ്പ് മാറുന്നൊക്കെ കാണാറില്ലേ? അപ്പോൾ ആ ദൈവം വന്ന് മുകളിൽ നിന്ന് താഴ്ത്തിയിട്ട് നമ്മൾ എന്നാ ചെയ്യണേന്ന് ഒളിഞ്ഞ് നോക്കുമ്പോഴാണ് ആ ഷേപ്പൊക്കെ മാറി വരുന്നത്. സൂക്ഷിച്ചിരുന്നു. ആ ദൈവത്തിന് ഒരു പട്ടിക്കുട്ടിയുണ്ട്. ഇച്ചിരി മെനകെട്ടാണ്, നിന്നേക്കാൾ വലമ്പാന്നാണ് പറഞ്ഞു കേട്ടെ. അപ്പോൾ പുള്ളിക്ക് ആ കയ്യിലിരിപ്പ് ശരിയല്ല. ചില സമയത്ത് പോയി അവിടെ എവിടെയൊക്കെ പോയി കച്ചറ ഉണ്ടാക്കും. അപ്പോൾ ദൈവം പിടിച്ചിട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേദന കൊണ്ട് പുള്ളി കഴിയുമ്പോൾ കണ്ണിൽ നിന്ന് വന്ന കണ്ണീരാണ് മഴ. അപ്പോൾ എന്തോരം നല്ല വല്ല് കിട്ടണോ അതിനനുസരിച്ച് നല്ല വലിയ മഴയും ചെറിയ മഴയൊക്കെ ഉണ്ടാവും. പോലെയുള്ള അങ്ങനെയാണ്. പിന്നെ മഴയുടെ കൂടെ വന്ന് വലിയ സൗണ്ടും ആ വെട്ടം വെക്കുന്നതാ. അതാണ് ഇടിമുഴക്കും മിന്നലും. അതെങ്ങനെയാണ് ഉണ്ടാവണമെന്ന് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. The gems are floating like gems and sperms.